നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവുമല്ലേ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവുമല്ലേ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ വീടായിരിക്കാം, ചിലപ്പോൾ അത് നമ്മുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജോലി ആയിരിക്കാം, ചിലപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് എൻ്റെയാണ്, ഇതെനിക്ക് എന്താ പറയുക, ഇത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിനോട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു കഥയുണ്ട്. ചെറുതിലേ തൊട്ടേ ഞാൻ കേട്ടിട്ടുള്ള, എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റോറിയുണ്ട്. അത് എൻ്റെ വ്യൂവേഴ്സായി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? സോ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്കത് കേട്ട് നോക്കാം. ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ഇസ് എ ചെറിയ പക്ഷി ഒരു വലിയ മരത്തിലെ ഏറ്റവും മേലെയുള്ള ബ്രാഞ്ചിലായിട്ട് താമസിച്ചു വരായിരുന്നു. ആ ബ്രാഞ്ചിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ പക്ഷിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ട്, എന്തോ ഒരു എന്താ പറയുക, ഒരു കംഫർട്ടുണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു സുരക്ഷിതത്വമൊക്കെ ഫീൽ ചെയ്യില്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ പക്ഷിക്ക് ഉണ്ടായിരുന്നു. പക്ഷി വളരെ ഹാപ്പി ആയിരുന്നു ആ ബ്രാഞ്ചിൽ ഇരിക്കുമ്പോഴത്തേക്കുവേ. ഈ ബ്രാഞ്ച് വിട്ട് പോകുന്നതിനെ പറ്റിയിട്ട് ഈ പക്ഷിക്ക് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ശക്തിയുള്ള ഒരു കാറ്റ് വന്നത്. ആ കാറ്റ് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം ഇങ്ങനെ നിന്നിട്ട് ആടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഏറ്റവും ആ മേലെയുള്ള ആ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ബ്രാഞ്ചിലും എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ആ ശബ്ദം കേട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ചെറിയ പക്ഷിക്ക് പേടിയാവാൻ തുടങ്ങി. ഉള്ളിലൊരു ചെറിയ പേടി, അതായത് എന്താ പറയുക, ഈ ബ്രാഞ്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും, ഞാനിപ്പോൾ താഴെ പോയി വീഴും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഈ പക്ഷി ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ പക്ഷിയുടെ വിഷമിക്കുന്ന കാര്യമെല്ലാം ഈ കാറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. കാറ്റ് പിന്നെ നല്ല രീതിയിൽ തന്നെ വീശാനും തുടങ്ങി. അപ്പോഴത്തേക്കും ബ്രാഞ്ചിൽ ഒരു ക്രാക്ക് പോലെ വരാൻ തുടങ്ങി. അത് കണ്ടപ്പോഴത്തേക്കും പക്ഷി അങ്ങ് പാനിക്കായി. അയ്യോ, ഞാനിപ്പോൾ വീണ് പോകും എന്ന മാതിരി ഒരു ചിന്ത വന്നു. പക്ഷെ പെട്ടെന്നാണ് ഈ പക്ഷി റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് ആ പക്ഷിക്ക് എന്തുണ്ട്, ചിറകുണ്ട് എന്ന കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഉടനെ ഈ പക്ഷി എന്ത് ചെയ്തു, ഈ ബ്രാഞ്ച് അങ്ങനെ ക്രാക്ക് ആവുന്ന പോയിന്റിലത്തേക്ക് ഈ പക്ഷി അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ചിറകുകൾ അങ്ങ് വീശി പറന്നു തുടങ്ങി. ആ പോയിന്റിൽ പക്ഷി റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ശക്തി ശരിക്കും പറഞ്ഞാൽ ആ ബ്രാഞ്ചിലായിരുന്നില്ല, അവളുടെ വിങ്സിലായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ ചിറകിലായിരുന്നു എന്ന കാര്യം അവൾ റിയലൈസ് ചെയ്തു. ഇരിക്കുന്ന ബ്രാഞ്ച് പൊട്ടിപ്പോവോ, അങ്ങനെ പൊട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പേടിച്ചുകൊണ്ടിരുന്ന അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ പവർ ആ വിങ്സിലാണെന്ന കാര്യം മറന്നു പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പോയിന്റിൽ ആ ബ്രാഞ്ച് പൊട്ടിപ്പോയെങ്കിലും തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇനി ഏത് പോയിന്റിൽ വേണമെങ്കിലും അവൾക്ക് ഹാപ്പി ആയിട്ട് സ്വതന്ത്രമായിട്ട് പറന്നു പോകാൻ പറ്റുന്ന കാര്യം അവൾ മനസ്സിലാക്കി. സ്റ്റോറിയിൽ നിന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ചിലല്ല ഉള്ളത്, നിങ്ങളുടെ ചിറകുകളിലാണെന്നുള്ളത്. അതായത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഒരിക്കലും പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടറിനെ അല്ല, ശരിക്കും നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ശരിക്കുള്ള പവർ ഉള്ളത് എന്ന കാര്യമാണ് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടിയുള്ളത്. അത് മാത്രമേ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാവുള്ളൂ. നമുക്ക് പൊതുവെ ഒരു ഹാബിറ്റ് ഉണ്ടല്ലേ, അതായത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് വിചാരിക്കും. അത് ചിലപ്പോൾ അത് പണമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജോലി ആയിരിക്കും, ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്, അങ്ങനെയുള്ള കാര്യം എന്തെങ്കിലും ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ ആയിരിക്കും നമ്മുടെ സ്ട്രെങ്ത്ത്, അല്ലാന്നുണ്ടെങ്കിൽ അവരാണ് നമ്മുടെ സ്ട്രെങ്ത്ത്, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ പവർ എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതല്ല. ശരിക്കുള്ള സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമാണ്. അത് നമ്മുടെ കഴിവുകളാവാം, നമ്മുടെ അനുഭവങ്ങളാവാം, അങ്ങനെ പല കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. ഈ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് അത് എപ്പോഴും ഉണ്ടായെന്നൊന്നും വരില്ല. അതായത് ഇപ്പോൾ പണം നമ്മുടെ കയ്യിൽ ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവും നമുക്കറിയില്ല. ജോലി നമ്മുടെ കയ്യിൽ ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവുന്ന കാര്യം നമുക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ടല്ലോ, അതായത് ദിവസം, നല്ല ദിവസം ഉണ്ടാവും, ചീത്ത ദിവസം ഉണ്ടാവും. അത് നമുക്ക് എന്താ പറയുക, പറയാൻ പറ്റില്ല. വീട് നമ്മുടെ കൂടെ ഉണ്ടാവും, ഇത് എന്നും നമ്മുടെ കൂടെ ഈ വീട് ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്ന ആൾക്കാർ അവരെന്നും നമ്മളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമോ? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതെല്ലാം എൻ്റെ കൂടെ എന്നും ഉണ്ടാവുന്ന കാര്യമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ എൻ്റെ കൂടെ എന്നും ഉണ്ടാവുന്നു, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. സോ നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത് നിങ്ങളിലാണ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനും ഡീൽ ചെയ്യാനുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും മുന്നോട്ട് പോകാനുള്ള ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ,
ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിഫറൻസ് വരുത്തുക. ഇന്ന് പെട്ടെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നി. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസം അർപ്പിച്ച കാര്യം, മേ ബി അത് നിങ്ങളുടെ ജോലി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വീടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച ഒരു പേഴ്സൺ ആവാം. ആരെങ്കിലും നിങ്ങളെ വിട്ടുപോകുന്നു എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ മാതിരി ആയില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും, ഇതിലുമൊക്കെ ആ ഒരു പോയിന്റിൽ ഈ വീഡിയോ കേൾക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച സ്റ്റോറി. ഇനി നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.